പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വരവിങ്കൽ എടുക്കപ്പെടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായ 20ാമത്തെ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അതിനാധാരമായി റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം വായിക്കുന്നു. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരങ്ങുന്നു. അപ്പൊ ഇവിടെ പറയാണ് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം. ഈ പുത്രത്വത്തെ കുറിച്ച് അതിന്റെ 9 പടികളുണ്ട്. നമുക്കത് പിന്നീട് ഒരു ദിവസം ചിന്തിക്കാം. അപ്പൊ ഇവിടെ പറയാണ് ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം. അതെപ്പോഴാണ് നടക്കുന്നത്? കർത്താവിന്റെ 2ാമത്തെ വരവെങ്കിലാണ് നടക്കുന്നത്. നമ്മുടെ ഈ ശരീരത്തിന് രൂപാന്തരം വരുന്നത് കർത്താവിന്റെ 2ാമത്തെ വരവെങ്കിലാണ്. അല്ലെങ്കിൽ കർത്താവിനെ പോലെ നമ്മൾ ആയിത്തീരുന്നത്, അവനോട് നമ്മൾ സദൃശ്യന്മാരാകുന്നത് കർത്താവിന്റെ 2ാമത്തെ വരവെങ്കിലാണ്. അപ്പൊ ഇവിടെ 2ാമത്തെ വരവെങ്കിൽ എടുക്കപ്പെടുന്നവർക്ക് ഉണ്ടാകേണ്ട ഗുണമാണ് ഇവിടെ പറഞ്ഞത്. എന്താണ്? പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരങ്ങണം. അപ്പോൾ ഒരു ഞെരക്കത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ ഞെരക്കം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം 1 നെടുവീർപ്പ്, 2 കടുത്ത വേദനയോ ക്ഷീണമോ പുറപ്പെടുവിക്കുന്ന അടക്കിയ ശബ്ദത്തെയാണ് എന്ത് പറയുന്നത്? ഈ ഞെരക്കം എന്ന് പറയുന്നത്. അപ്പൊ കർത്താവിന്റെ വരവിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ പുത്രത്വത്തിന് വേണ്ടി നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യണം? ഒരു ഞെരക്കം ഉണ്ടാകണം. അപ്പൊ അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യാണ്? ഞെരങ്ങുകയാണ്. അതിന്റെ 8-ാം അധ്യായം 26-ാം വാക്യം നോക്കി, അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞെരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. അപ്പോൾ യഥാർത്ഥത്തില് നമുക്ക് യഥാർത്ഥമായി പ്രാർത്ഥിപ്പാൻ കഴിയില്ല, അറിയില്ല എന്നാ പറയുന്നത്. കാരണം നമ്മൾ ജഡത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആത്മാവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യാണ്? തുണ നിൽക്കുന്നു എന്ന് വചനം പറയുന്നു. അപ്പൊ എന്തിനു വേണ്ടിയാണ് തുണ നിൽക്കുന്നത്? നമ്മൾ ഈ ജഡത്തിൻ്റെതായ പ്രാർത്ഥനകളാണ് പ്രാർത്ഥിക്കുന്നത്. ആത്മാവിനെ ദൈവം അയച്ചതിന് വേണ്ടിയാണ്. നിർമ്മല കന്യകയാക്കി, കറ ചുളുക്കം മാലിന്യം വാട്ടം ഒന്നുമില്ലാത്ത കന്യയാക്കി ഒരുക്കി നിർത്തേണ്ടതിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിലൂടെ ആക്കിയേക്കണത്. അപ്പോൾ നമ്മൾ ഈ ജഡത്തിന്റെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് യഥാർത്ഥമായിട്ട് ഞെരങ്ങിയാണ്. കാരണം നമുക്ക് ഒരുക്കം നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് അടുത്ത വാക്യം പറഞ്ഞത് 27-ാം വാക്യം, എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. അപ്പോൾ യഥാർത്ഥത്തില് പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധാത്മാവ് നോക്കിയിട്ട് ആ ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥന മാത്രമേ സ്വർഗത്തിൽ എത്തിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ഈ ലോകത്തിൻ്റെതായ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഞെരങ്ങുകയാണ്.